ഞാനവിടെ ഞാനവിടെ ഒറ്റപ്പെട്ടു. ഞാൻ സംസാരിക്കുമ്പോൾ 1000 പേര് എനിക്കെതിരെ സംസാരിക്കും, എൻ്റെ ആശയത്തിനെ തട്ടി തകർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിചിത്രമായ സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ അതിനകത്ത് ചില കാര്യം നമുക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി മത്സരം പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും നീ ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയേ നീ ബലം പിടിക്കാനോ മത്സരം പിടിക്കാനോ ഒന്നും പോകണ്ട. അത് ആരുടെയും കിട്ടുമോ ചെയ്യട്ടെന്ന് വിചാരിക്കണം. മിണ്ടാതിരിക്കണം. വെറുതെ സംസാരിച്ച് എനർജി കളയണേ എന്തിനാ? കാര്യം നീ വല്ലതും സംസാരിച്ചതിന് ശേഷം അതിൻ്റെ എതിർകട ചെയ്യാൻ വേണ്ടി നിൻ്റെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എതിർകട ഒരു ക്യാൻവാസിങ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാകും. അവിടെയൊക്കെ നിൻ്റെ മനസ്സിരിപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതെന്ന് പറയാൻ കാര്യം ഇതൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ, നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ഒരു ജീവിതത്തിലെ ഒരു ദിവസം 10 വിഷയം ഉണ്ടെങ്കിൽ 10-ൽ ചിലപ്പോൾ ഒരു 5 വിഷയവും നമ്മുടെ കൈപ്പിടി ഒതുങ്ങണമായിരിക്കത്തില്ല. അപ്പം എന്തു ചെയ്യണം? സാധാരണ പുരാതന മനുഷ്യൻ, ദൈവമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ എന്തു ചെയ്യും? മനുഷ്യൻ അത് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ വേണ്ടി നോക്കും. ദൈവത്തെ കക്ഷി ചേർക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയത്തിൽ നമ്മുടെ കൈപ്പിടി ഒതുങ്ങണില്ല എന്ന് കണ്ടാൽ പിന്നെ എവിടെ ഒതുങ്ങും? പിന്നെ ദൈവത്തെയാണ് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി, ദൈവത്തിന് മനസ്സിലാകണം നമ്മൾക്ക് വേറെ ഒരു ചാൻസ്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അത് വളരെ തന്ത്രപരമായ ആധ്യാത്മിക തന്ത്രത്തിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്ത്രം എന്ന് വെച്ചാൽ കുതന്ത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആധ്യാത്മികമായ തന്ത്രം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരവലംബമില്ലെങ്കിൽ, നമ്മൾക്ക് അവലംബമില്ല എന്നുള്ള കാര്യം. ഇപ്പം ഇന്ന് നീ എന്തെല്ലാം കാര്യം നിനക്ക് ചെയ്യാനുണ്ട്, ചില കാര്യം നിനക്ക് അവലംബമില്ല, ആശ്രയിക്കാൻ ആളില്ല അവിടെ. അപ്പം ആശ്രയിക്കാൻ ആളില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ പറയണം, ഞാനും ഇപ്പം 50 കൊല്ലമായി സഭയിൽ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആശ്രയം എല്ലാ വിഷയങ്ങൾക്കും ആശ്രയം ഉണ്ടാകത്തില്ല. പക്ഷേ ആശ്രയം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്രയം ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ആളെടുത്ത് ഇവരോട് പറഞ്ഞ് അവരോട് പറഞ്ഞ് അപ്പം